വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ പ്രകാശൻ ചരിഞ്ഞു. 51 വയസ്സുണ്ടായിരുന്ന കൊമ്പൻ പുലർച്ചെ 3:30 ചരിഞ്ഞത്. കഴിഞ്ഞ ഡിസംബർ 18 മുതൽ മദപ്പാടിൽ തളച്ചിരിക്കുകയായിരുന്ന കൊമ്പന് 2 ദിവസമായി വയറുവേദനയുടെ അസ്വസ്ഥത പ്രകടമായിരുന്നു. ശനിയാഴ്ച രാത്രി വരെ തീറ്റയെടുത്തിരുന്ന കൊമ്പന് ഇന്നലെ രാവിലെ മുതൽ എരണ്ടകെട്ടും അനുഭവപ്പെട്ടിരുന്നു. വയറുവീർത്ത് അവശനായതിനെ തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരം ആനയ്ക്ക് കുത്തിവയ്പ് എടുത്തിരുന്നു. ആന തീർത്തും അവശനായതിനെ തുടർന്ന് പാപ്പാന്മാരുടെ സഹായത്തോടെ ആനയെ ഇരുത്തിയ ശേഷമാണ് കുത്തിവയ്പ് എടുത്തത്. മദപ്പാടിൽ പാപ്പാന്മാരെ അടുപ്പിക്കാതിരുന്നതിനാൽ പഴത്തിലാണ് മരുന്നുകൾ നൽകിയിരുന്നത്. 1986 തൃശൂർ തൃക്കുമാരക്കുടം KB പ്രകാശനാണ് 24 വയസ്സുള്ളപ്പോൾ ആനയെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. പ്രകാശന്റെ വിയോഗത്തോടെ ആനത്താവളത്തിലെ ആനകളുടെ എണ്ണം 60 ചുരുങ്ങി. ഗുരുവായൂർ ആനത്താവളത്തിൽ 5 വർഷത്തിനിടെ ചരിഞ്ഞ ആനകളുടെ എണ്ണം 8 ആയി. 2008 മെയ് 29 ഇടിമിന്നലേറ്റ് ചരിഞ്ഞ ഉണ്ണികൃഷ്ണൻ മുതൽ ഇപ്പോൾ ചരിഞ്ഞ പ്രകാശൻ വരെ 7 ആനകളാണ് അടുത്ത കാലത്ത് ചരിഞ്ഞത്. പ്രകാശനെ പോലെ തന്നെ എരണ്ടക്കെട്ട് ബാധിച്ചാണ് ഈ മാസം 9 ഉമാദേവിയും 2011 ഏപ്രിൽ 30 17കാരനായ കൊമ്പൻ പാർത്തനും ചരിഞ്ഞത്. 2010 ഫെബ്രുവരി 22 രാമചന്ദ്രനും ഈ വർഷം ജനുവരി 22 കുട്ടിശങ്കരനും പ്രായാധിക്യം മൂലം ചരിഞ്ഞിരുന്നു. 30 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ 2011 ജനുവരി 18 ചരിഞ്ഞത് ആകസ്മികമായിരുന്നു. പാപ്പാന്മാരുടെ മർദ്ദനത്തെ തുടർന്നാണ് 21കാരനായ അർജുനൻ കഴിഞ്ഞ വർഷം ജൂലൈ 22 ചരിഞ്ഞത്. ഒരിക്കൽ 65 വരെ എത്തിയിരുന്ന ആനത്താവളത്തിലെ അംഗസംഖ്യ ഇപ്പോൾ 60 ആണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയിലെ വിദേശത്ത് ജോലിക്ക് പോകുന്ന SC വിഭാഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എന്ന പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. VR വിജയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി PK ബാബു, സ്ഥിരം സമിതി അംഗങ്ങളായ MV വിമൽകുമാർ, ലിജി നിതിൻ, C ശങ്കരനാരായണൻ, CS മണികണ്ഠൻ, PM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയിലെ വ്യക്തിത്വ വികസന ക്യാമ്പ് പഞ്ചായത്ത് ഹാളിൽ കവിയും ഗാനരചയിതാവുമായ ഏങ്ങടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചിന്തിക്കുന്ന ആളുകളല്ല, പക്ഷെ നമ്മൾ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് വളരെ സ്നേഹത്തോടെ ആഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മഹാന്മാരായ പലരും വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിലാണ്, പല കാഴ്ചപ്പാടിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ തന്നെ സത്യത്തിൻ്റെ നേരിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. ചിലർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് അറിയാൻ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലെ പരിജനങ്ങളോടും സ്ത്രീകളോടും എങ്ങനെ പെരുമാറുന്നു എന്ന അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കണക്കാക്കുന്നത് എന്നാണ്. ഇതും ഒരു നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ് നമ്മൾ അപരനെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വ രൂപം കൊള്ളുന്നത്. എന്നെപ്പോലെ തന്നെ വ്യസനമുള്ള ഒരാളാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നത്, എന്നെപ്പോലെ തന്നെ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പുറത്തുള്ളത്. നമ്മൾ വേറൊരുത്തർ നമ്മളെ തന്നെ വേറൊരാളെ നമ്മളായി തന്നെ സങ്കല്പിക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും വിദ്യാഭ്യാസത്തിൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, C ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം മേനൂത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, പകൽ ശിവേലി, ദേവിക്ക് ഭസ്മക്കളം, പ്രസാദൂട്ട് എന്നിവ നടന്നു. വൈകിട്ട് ആനയോടും താളങ്ങളോടും വാദ്യാഘോഷങ്ങളോടെ കാഴ്ച ശിവേലി, പൊങ്കാല, ദീപാരാധന, കേളിക്കൊട്ട്, തായമ്പക, ദേവിക്ക് രൂപക്കളം എന്നിവ നടന്നു. മൂന്നുപീടികയിൽ വിദ്യാർത്ഥികളുടെ കരുത്തിൽ നിർധന കുടുംബത്തിന്റെ വീടുപണി പുരോഗമിക്കുന്നു.
പെരിഞ്ഞനം RMVHS സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് അത്തിക്കപ്പറമ്പിൽ പ്രഭയുടെ വീടുപണിക്കായി കൊടും ചൂടിനെ വകവയ്ക്കാതെ അധ്വാനിക്കുന്നത്. പെരിഞ്ഞനം പഞ്ചായത്ത് 4-ാം വാർഡിലെ ഈ വീടിനായി ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിരുന്നു. നിർമ്മാണ സാമഗ്രികൾ പണിസ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് 48 വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുന്നത്. NSS യൂണിറ്റിന്റെ 7 ദിവസത്തെ ക്യാമ്പിൽ 4 ദിവസത്തെ അധ്വാനം ഈ വീടിന് വേണ്ടിയാണ്. 19 പെൺകുട്ടികളും 29 ആൺകുട്ടികളും ഉൾപ്പെടുന്ന യൂണിറ്റിനോടൊപ്പം നിർദ്ദേശങ്ങളുമായി പ്രോഗ്രാം ഓഫീസർ GS അഭിലാഷും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും PTA പ്രസിഡന്റുമായ NK അബ്ദുൽ നാസറും ഉണ്ട്. ചരമവാർത്തകൾ. കയ്പമംഗലം കൂരിക്കുഴി പുതിയ വീട്ടിൽ അഹമ്മു മകൻ ഇബ്രാഹിം കുട്ടി നിര്യാതനായി. 46 വയസ്സായിരുന്നു. ഹസീനയാണ് ഭാര്യ. മുംതാസ്, മുഹസിന, മുബീന എന്നിവർ മക്കളും നൌഫൽ മരുമകനുമാണ്. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം പരേതനായ മുല്ലക്കര അടിമ നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ വെച്ച് നടക്കും. തങ്കയാണ് ഭാര്യ. റിനോയ്, ഷീബ എന്നിവർ മക്കളും കൃഷ്ണശീല, രഘുനാഥ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൃഷിക്കും കുടിവെള്ളത്തിനും ഊന്നൽ നൽകി കയ്പമംഗലം പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കുഞ്ഞുണ്ണിമാഷുടെ 7-ാം ചരമവാർഷികം 26-ന് വലപ്പാട്ട് അതിയാരത്ത് വീട്ടുമുറ്റത്ത് അനുസ്മരണം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ പ്രകാശൻ ചരിഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.